നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതാണ്. എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് ആദ്യം പറയാം. അതിനുശേഷം മേജർ എക്കണോമിക് എലമെന്റ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് economic development, and significance of sustainable development in economic development, and difference between economic growth, economic development and sustainable development, determinants of economic development, economic determinants and non economic determinants. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ഫാദർ ഓഫ് ഇക്കണോമിക്സ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്. ആഡം സ്മിത്ത് ആണ് അദ്ദേഹത്തിന്റെ പ്രോബ്ലം ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് 200 years ago ആണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി എക്കണോമിക് ഡെവലപ്മെന്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് പ്രോസസ് ബൈ വിച്ച് പെർ ക്യാപിറ്റൽ ഇൻകം ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ കൺട്രി ഇൻക്രീസ് ഓവർ ടൈം. ഒരേ സമയം നമ്മുടെ ആളോഹരി വരുമാനവും അതുപോലെ തന്നെ എക്കണോമിക് വെൽഫെയർ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ക്ഷേമം, എല്ലാവർക്കും ജോലി, പോവർട്ടി ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്, കാലങ്ങൾക്കനുസരിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഒരുപാട് സോഷ്യൽ ഇൻസ്പയർഡ് പോളിസീസ് അഫക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ 2000 മുതലുള്ള GDP റേറ്റ് ആണ് ഈ സ്ലൈഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. 2000 GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ടോട്ടൽ money value of all goods and services produced in a country during an accounting year, that is GDP. ആ GDP ഓരോ വർഷവും നമുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇൻക്രീസിങ് റേറ്റിലായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 2002 മുതലുള്ളതാണ് ഞാൻ ഇതിൽ കാണിച്ചേക്കണേ. 2000 5.6% GDP റേറ്റ്. 2001 6%, 2002 4.3 ആയി, 2003 8.3 ആയി, 2004 6.2 ആയി, 2005 8.4 ആയി, 2006 9.2 ആയി, 2007 9.0 ആയി. ഇപ്പോ 2013 അത് എത്തി നിൽക്കുന്നത് 4.4 ആയിട്ടാണ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് റിലേറ്റഡ് ടു എക്കണോമിക് ഡെവലപ്മെന്റ്. ആൻഡ് ഡ്യൂ ടു ബീങ് മിക്സ്ഡ് എക്കണോമി, ഞാൻ ഓൾറെഡി ഫീച്ചേഴ്സ് ഓഫ് മിക്സ്ഡ് എക്കണോമി നിങ്ങളോട് പറഞ്ഞു. എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഒന്ന്, പ്രൈമറി സെക്ടർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് സെക്കൻഡറി സെക്ടറിന്റെ ഔട്ട്പുട്ട് എത്രമാത്രമുണ്ട്, സർവീസ് സെക്ടറിൽ എത്രമാത്രമുണ്ട്, GDP-യുടെ ഗ്രോത്ത് റേറ്റ്. ഈ 4 ഫാക്ടേഴ്സ് ആണ് ഒരു പരിധിവരെ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിസ്റ്റിങ്ഷൻ ആകുമ്പോൾ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എക്കണോമിക് ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദീസ് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇനി എക്കണോമിക് ഗ്രോത്ത് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ഒരു പരിധിവരെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, നമുക്ക് അളക്കാൻ പറ്റുന്ന ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഇൻ ദ നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം. നാഷണൽ ഇൻകത്തിലും പെർ ക്യാപിറ്റൽ ഇൻകത്തിലും ഉണ്ടാവുന്ന ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. So McConnell, one of the English economists, economic growth may be defined as an increase in the economy's real progress, national product or real national income. According to his definition, the production of larger amount of goods and services signifies growth. അവിടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് സിഗ്നിഫൈസ് ഗ്രോത്ത് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സാമുവൽസൺ, അനദർ ഡെഫിനിഷൻ, പോളിയ സാമുവൽസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പ്രോസസ് വെയർ ബൈ പെർ ക്യാപിറ്റൽ റിയൽ ഇൻകം ഇൻക്രീസസ്. പെർ ക്യാപിറ്റൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് പെർ ക്യാപിറ്റൽ ഇൻകം. അതിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, പെർ ക്യാപിറ്റൽ ഇൻകത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
മെയിൻ എലമെന്റ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഈസ് ഇത് ഒരിക്കൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സംഭവമല്ല. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് ഇൻക്രീസ് ഇൻ റിയൽ പെർ ക്യാപിറ്റ ഇൻകം. നമ്മളുടെ യഥാർത്ഥ ആളോഹരി വരുമാനം എത്രത്തോളം ഉണ്ടോ അതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലോങ് പീരിയഡ് കൺസെപ്റ്റ്, ആബ്സെൻസ് ഓഫ് റൈസ് ഇൻ പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി. അവിടെ അസമത്വവും ദാരിദ്ര്യവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാവുള്ളൂ എന്ന് പറയുന്നത്. So another slide is indicates a difference between economic development and economic growth. So economic growth എന്ന് പറയുന്നത് സിംഗിൾ ഡയമെൻഷനിലാണ്, പക്ഷെ എക്കണോമിക് ഡെവലപ്മെന്റ് മൾട്ടി ഡയമെൻഷനിലാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഒന്ന് ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയുന്നത്, മറ്റേത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി ചേഞ്ച്. എക്കണോമിക് ഗ്രോത്തിന് കണ്ടിന്യൂസ് മറ്റേത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ചേഞ്ച്. അതിൽ മാറ്റം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. യൂസ്ഡ് ഫോർ ഡെവലപ്ഡ് എക്കണോമീസ്, യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് എക്കണോമീസ്. Economic growth is used for developed economies. It is used for economic development. It is used for developing economies. These are the differences of economic growth and economic development. There is no concept of economic development as known as sustainable development. Sustainable development ഒരു ഉദാഹരണത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, sustainable development is that process of economic development which aims at maintaining the quality of life of both present and future generation. ഇപ്പോൾ ഉള്ള ജനറേഷൻ കിട്ടുന്നത് പോലെ തന്നെ അടുത്ത ജനറേഷനും ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടണം, വിത്തൗട്ട് ഹാർമിംഗ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവയോൺമെന്റ്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ നമുക്കറിയാം, റിസോഴ്സസിനെ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ്, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് റിസോഴ്സസ്. ആ നാച്ചുറൽ റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ബാക്കി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. രണ്ടാമത്തത് നോ റിഡക്ഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് ഞാൻ പറയില്ലേ, നമ്മൾ ഇത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന റിസോഴ്സസ് ബാക്കിയുള്ള ജനറേഷന് കിട്ടാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കോസസ് ദ ലോവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ ജനറേഷൻ. അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ നോ ഇൻക്രീസ് ഇൻ പൊല്യൂഷൻ, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, വാട്ടർ പൊല്യൂഷൻ ആയിക്കോട്ടെ, ഏത് നോയിസ് പൊല്യൂഷൻ ആയിക്കോട്ടെ, ഏത് തരത്തിലായാലും അവിടെ പൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഡസ് നോട്ട് ലിമിറ്റ് ഡെവലപ്മെന്റ്, പക്ഷേ ഡെവലപ്മെന്റ് വികസനത്തിന് തടസ്സമാവാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് നാഷണൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. There are certain conditions of sustainable development. ഒന്ന്, എക്കണോമിക് ഡെവലപ്മെന്റ് അവിടെ സാധ്യമാവണം. ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ്, റിഡക്ഷൻ ഇൻ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ പൊല്യൂഷൻ, കോംപ്രഹെൻസീവ് റൂറൽ ഡെവലപ്മെന്റ്. ഇതൊക്കെ ഒരു പരിധിവരെ സർട്ടൻ കണ്ടീഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. റേസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ, ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുക, ജീവിത നിലവാരം കൂട്ടുക. ചെക്കിങ് എനി ഹാം ടു ദ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഫ്യൂച്ചർ ജനറേഷൻ വരുന്നുണ്ടോ. പ്രൊട്ടക്ടിങ് ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ദ പൊല്യൂഷൻ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ്. അടുത്തത് കൺസേർവിംഗ് എൻവയോൺമെന്റ് വിച്ച് ഈസ് സോ മച്ച് നെസസറി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിഗ്നിഫിക്കൻസ് ഈ പറയുന്ന 4 ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് പറയാനുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്വാഭാവികമായിട്ടും എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയപ്പെടുന്ന ലെവലില്. ആൻഡ് there are certain differences between economic growth, economic development and sustainable development. മൂന്നും എന്താണെന്നുള്ളത് പറയാം. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് റിഫേഴ്സ് ടു ലോങ് ടൈം ഇൻക്രീസ് ഇൻ റിയൽ പെർ ക്യാപിറ്റൽ ഇൻകം. അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് അവിടെ ഉണ്ടാവണം. അതായത് നമ്മളുടെ യഥാർത്ഥ ആളോഹരി വരുമാനത്തിൽ ഒരാൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തെയാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം. ഇൻകം റിസീവ്ഡ് ബൈ പേഴ്സൺ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ, ദാറ്റ് ഈസ് അതാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം, ഒരു വ്യക്തി. അപ്പോൾ അതിനൊരു ലോങ് ടേം ഇൻക്രീസ് ഉണ്ടാവണം. അതായത് പെട്ടെന്ന് നിലയ്ക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് റിഫേഴ്സ് ടു ലോങ് ടേം ഇൻക്രീസ് ഇൻ റിയൽ പെർ ക്യാപിറ്റൽ ഇൻകം ആൻഡ് എക്കണോമിക് വെൽഫെയർ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ആളുകൾക്ക് എക്കണോമിക് വെൽഫെയർ
കൊടുക്കാനും കൂടി സാധിക്കണം എന്നുള്ളതാണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് അനദർ ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റൽ ഇൻകം, എക്കണോമിക് വെൽഫെയർ ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ, മൂന്നും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഫ്യൂച്ചർ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ കറന്റ് ജനറേഷൻ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ. മറ്റേത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്ഡ് എക്കണോമീസ് എന്ന് പറയുന്നത്. ഡെവലപ്ഡ് എക്കണോമീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലോങ് ടൈം ഇൻക്രീസ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻക്രീസ് ഇൻ ദ റിയൽ പെർ ക്യാപിറ്റൽ ഇൻകം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഡെവലപ്ഡ് എക്കണോമീസ്, അതായത് സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടേമാണ്. ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് ഫോർ യൂസ്ഡ് ഫോർ അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസ് ലൈക്ക് ഇന്ത്യ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബോത്ത് ടൈപ്പ് ഓഫ് എക്കണോമീസിന് നമ്മൾ ഉപയോഗിക്കും. ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇഗ്നോസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതെ, നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം പല തലങ്ങളിലേക്ക്. നമ്മുടെ ഇൻകം എങ്ങനെയാ പോകുന്നത്? നമ്മുടെ വീണ്ടും പ്രൊഡക്ഷനിലേക്കോ ഡിസ്ട്രിബ്യൂഷനിലേക്കോ കൺസംഷനിലേക്കോ പോകുന്നുണ്ട് നമ്മുടെ ഇൻകം. ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് ഈസ് ലോങ് ടൈം ഇൻക്രീസ് ഇൻ ദ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ മാത്രം സേവിങ്സിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ ഇറ്റ് ഡസ് നോട്ട് ഇഗ്നോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നുള്ളതാണ് മറ്റേ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അവിടെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡസന്റ് ഇഗ്നോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഈ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൽ ഇഗ്നോർസ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, ചെക്കിംഗ് ഓഫ് പൊല്യൂഷൻ. അത് ഒരു പ്രധാന മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റിലും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. നോർ സ്പെഷ്യൽ അറ്റൻഷൻ ഗിവൺ ടു ദ environmental protection and checking of pollution. Special emphasis on environmental and checking of pollution. മറ്റേതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പറയും. ആൻഡ് another difference is exploit a large extent of resources. അങ്ങനെ ഒരു സംഭവമുണ്ട്. സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ, നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളതാണ് ലാർജ് എക്സ്റ്റെന്റ്. അത് പരമാവധി എക്സ്പ്ലോയിറ്റേഷൻ ആണ് എക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ പറയാം. മറ്റേത് എക്കണോമിക് ഡെവലപ്മെന്റ് ഇറ്റ് എക്സ്പ്ലോയിറ്റ്സ് ദ സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ ക്യാപിറ്റലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. രണ്ടും തമ്മിലൊരു വ്യത്യാസം രണ്ടിലുണ്ട്. പക്ഷെ മറ്റേത് യുക്തിപരമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. മേക്സ് എ രാഷണൽ യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ ടു സേഫ് ഗാർഡ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഇത്രയാണ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് പറയാനായിട്ട് കഴിയും. നെക്സ്റ്റ് ഈസ് ഡിറ്റർമിനൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഡിറ്റർമിനൻസ് എന്നുള്ളതാണ്. ഒന്ന് എക്കണോമിക് ഡിറ്റർമിനൻസ് ഉണ്ട്, നോൺ എക്കണോമിക് ഡിറ്റർമിനൻസ് ഉണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ്. അതിൽ ഒന്ന് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എക്കണോമിക് ഡിറ്റർമിനൻസ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നാച്ചുറൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലേബർ, human capital, able entrepreneurs and organization, that is human resources. These are the three factors included in human resource. അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആണ്. എക്കണോമിക് ഡിറ്റർമിനൻസിൽ നമ്മൾ പറയാനുള്ളത് ഫിസിക്കൽ ക്യാപിറ്റൽ റിസോഴ്സസ്, ദാറ്റ് ഈസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഓഫ് റിസോഴ്സസ്, ഇൻക്രീസ് ഇൻ റിയൽ സേവിങ്. അതാണ് മൂന്ന് ഫാക്ടേഴ്സ് ആണ് അതിനുള്ളിൽ നടക്കുക. ഒരു പിരമിഡിക്കൽ ഷേപ്പിലാണ് അത് നടക്കുക. ഇൻവെസ്റ്റ്മെന്റ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഓർ റിസോഴ്സസ്. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേവിങ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ റിസോഴ്സസിന് സേവ് ചെയ്യും. ഇൻക്രീസ് ഇൻ ദ റിയൽ, നമ്മുടെ അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യണേ? ഇൻക്രീസ് ഇൻ റിയൽ സേവിങ്, ഫിസിക്കൽ ക്യാപിറ്റൽ റിസോഴ്സസ്. എക്കണോമിക് ഡിറ്റർമിനൻസ് ലോ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. നമുക്ക് ക്യാപിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വിച്ച് വി ഇൻവെസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ഓർ ഇൻകം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. എത്രമാത്രം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ലോ ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ലോ ആയിരിക്കും. ലാർജ് എക്സ്റ്റെന്റ് ഓഫ് ദ മാർക്കറ്റ് എന്നുള്ളതാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ അത് കൃത്യമായിട്ട് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിന് കൃത്യമായിട്ട് മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റ്സ് ടു എക്കണോമിക് ഡെവലപ്മെന്റ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ച്, വളരെ ഈ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിറ്റർമിനൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്.
ആൻഡ് ഇന്റർനാഷണൽ ഡിറ്റർമിനൻസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് സർവീസസ് ഇന്റർനാഷണലി നീഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡിറ്റർമിനൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ നോൺ എക്കണോമിക് ഡിറ്റർമിനൻസ് സോഷ്യൽ ഡിറ്റർമിനൻസും പൊളിറ്റിക്കൽ ഡിറ്റർമിനൻസും റിലീജിയസ് ഡിറ്റർമിനൻസും ഫ്രീഡം ഫ്രം കറപ്ഷൻ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ആസ്പിറേഷൻ ഓഫ് ഡെവലപ്മെന്റ്, അതൊക്കെ എക്കണോമിക് ഡെവലപ്മെന്റ് ബാധിക്കുന്നതാണ്. സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് പോവർട്ടി, ഇലിറ്ററസി, ഇതൊക്കെ എക്കണോമിക് ഡെവലപ്മെന്റ് ബാധിക്കുന്നതാണ്. സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങള്, സോഷ്യൽ പ്രോബ്ലംസ്, ഇതെല്ലാം സോഷ്യൽ ഡിറ്റർമിനൻസിൽ വരും. പൊളിറ്റിക്കൽ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, വാർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. റിലീജിയസ് ഡിറ്റർമിനൻസ്, റിലീജിയസ് കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെയുള്ള ചില റിലീജിയൻസിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതൊക്കെ എക്കണോമിക് ഗ്രോത്തിനെ, എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കറപ്ഷൻ ഈസ് അനദർ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ അതും ബാധിക്കും. ആസ്പിറേഷൻ ഓഫ് ഡെവലപ്മെന്റ്, നമുക്ക് ഒരു ആസ്പിറേഷൻ ഉണ്ടാവണം. അതായത് ഡെവലപ്മെന്റ്, വികസനം വേണം എന്നുള്ള ഒരു ആസ്പിറേഷൻ ഗവൺമെന്റിന് ഉണ്ടാവണം, അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് എക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്. These are the different കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം. സോ നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ് തന്നെ നമ്മൾ തുടങ്ങും. ഓക്കെ.